അറ്റകുറ്റപ്പണികൾക്കായി അടച്ചിട്ട തിരുവേഗപ്പുറ പാലം ബുധനാഴ്ച രാവിലെ 6 മണി മുതൽ ഗതാഗതത്തിന് തുറന്നുകൊടുക്കും. പാലത്തിന്റെ തകർച്ച പരിഹരിച്ചാണ് വീണ്ടും ഗതാഗതത്തിന് തുറന്നുകൊടുക്കുന്നത്. ചൊവ്വാഴ്ച ടാറിംഗ് പ്രവൃത്തികളും പാലത്തിൽ പൂർത്തിയാക്കിയിരുന്നു. പാലക്കാട്, മലപ്പുറം ജില്ലകളെ ബന്ധിപ്പിക്കുന്ന തിരുവേഗപ്പുറ പാലത്തിൽ ഇക്കഴിഞ്ഞ ഒക്ടോബർ 31-നാണ് വിള്ളൽ രൂപപ്പെട്ടത്. ഇതേ തുടർന്നാണ് ജനുവരി 1-ന് രാത്രി മുതൽ പാലത്തിലൂടെയുള്ള ഗതാഗതം പൂർണ്ണമായും നിരോധിച്ചുള്ള അറ്റകുറ്റപ്പണികൾ ആരംഭിച്ചത്. ഫെബ്രുവരി 1 വരെയാണ് നിയന്ത്രണം ഏർപ്പെടുത്തിയതെങ്കിലും പ്രവൃത്തികൾ പൂർത്തിയായ സാഹചര്യത്തിലാണ് നേരത്തെ തന്നെ പാലം തുറന്നുകൊടുക്കാൻ തീരുമാനമായത്. 25 ലക്ഷം രൂപ ചിലവഴിച്ചുള്ള അറ്റകുറ്റപ്പണികളാണ് പാലത്തിൽ നടപ്പാക്കിയത്. ഗതാഗതം നിരോധിച്ചതോടെ കിലോമീറ്ററുകൾ താണ്ടിയാണ് വാഹനങ്ങൾ ഇരു പ്രദേശങ്ങളിലേക്കും എത്തിപ്പെട്ടിരുന്നത്. തിരുവേഗപ്പുറ പാലം രണ്ട് ജില്ലയെ ബന്ധിപ്പിക്കുന്ന കഴിഞ്ഞ ജനുവരി മാസത്തിലാണ് 1-ാം തീയതി ഇത് അടച്ചിട്ടത്. ഏറ്റവും കൂടുതൽ ആളുകൾ രണ്ട് ജില്ലയെ ബന്ധിപ്പിക്കുന്ന ആളുകൾ ഏറ്റവും കൂടുതൽ വാഹനം മറ്റു യാത്രക്കാരൊക്കെ പോകുന്ന ഒരു പാലമാണ് തിരുവേഗപ്പുറ പാലം. ഇന്ന് അതിന്റെ ടാറിംഗ് അടക്കമുള്ള പണി പൂർത്തീകരിച്ചു. 25 ലക്ഷം രൂപയുടെ വർക്കാണ് ഇത് ഈ രണ്ടാം ഘട്ടത്തിൽ ഇത് കഴിഞ്ഞത്. അപ്പോൾ ഇപ്പോഴത്തെ വർക്ക് കാണുമ്പോൾ വലിയ പ്രയാസങ്ങളോ പ്രശ്നങ്ങളൊന്നും ഇല്ല, കഴിഞ്ഞ വർക്കിന്റെ മാതിരിയല്ല. അപ്പോൾ ആക്സിനായിട്ട് സംസാരിച്ചിരുന്നു. ആക്സി ഇപ്പൊ ഈ റോഡുകളിൽ ബൈക്കും കാര്യങ്ങളൊക്കെ ആളുകൾ രാവിലെ നിർത്തിപ്പോയത് കൊണ്ട് ആളുകൾക്ക് മുന്നറിയിപ്പ് കിട്ടാത്തത് കൊണ്ട് റൂട്ടിലൊക്കെ ബൈക്കും കാര്യങ്ങളും നിർത്തിയിട്ടുണ്ട്. ഇന്ന് പോകാൻ ബുദ്ധിമുട്ടാണ്. ഇപ്പോൾ ബൈക്കുകളും മറ്റുള്ള വാഹനങ്ങളൊക്കെ പോകാൻ കഴിയുന്ന വാഹനങ്ങളൊക്കെ യാത്ര തുടങ്ങിയിട്ടുണ്ട്. മറ്റ് ഇനിയും അപ്പുറത്ത് പാലത്തിന് ശോചനീയാവസ്ഥ ഉണ്ട്. പുതിയൊരു പാലം വന്നാൽ മാത്രമേ നമുക്ക് ഈ പാലത്തിന്റെ വിഷയം പൂർണ്ണമായും അത് നല്ല രീതിയിൽ ജനങ്ങൾക്കൊരു ഉപകാരപ്പെടുള്ളൂ. എന്തായാലും ഇപ്പോൾ താൽക്കാലികമായി ഈ വർക്ക് കഴിഞ്ഞ് പാലം ആക്സി പറഞ്ഞത് നാളെ 6 മണിക്ക്, അതായത് വാഹനങ്ങളൊക്കെ ഉള്ളത് കാരണമായിരിക്കും ആക്സിന്റെ അത്തരത്തിലുള്ളത് രാവിലെ തുറന്നു കൊടുക്കുക എന്നുള്ളത്. ഇപ്പോൾ സാധാരണ ബൈക്കും കാര്യങ്ങളും മറ്റു യാത്രകൾ പാലം ഓപ്പൺ ആയിട്ടുണ്ട്. ഫെബ്രുവരി 1-ന് തുറക്കുമെന്നാണ് എഞ്ചിനീയർമാരും മറ്റ് വിദഗ്ധരും പറഞ്ഞിരുന്നത്. ഏതായാലും ഒരുവിധം പണി കഴിഞ്ഞ് ഒന്ന് തുറക്കാന്നുള്ള ആക്സി ഔദ്യോഗികമായിട്ട് അറിയിച്ചിരുന്നു. അതിന്റെ അടിസ്ഥാനത്തിൽ പാലത്തും വന്നു നോക്കിയതാണ്. ഏകദേശം പണിയൊക്കെ കഴിഞ്ഞ മട്ടൽ തന്നെയാണ് കിടക്കുന്നത്. പിന്നെ ഈ പറഞ്ഞ പോലെ തന്നെ ഇതിന്റെ മുന്നേ 2-3 വർഷം മുന്നൊരു വർക്ക് നടന്നിരുന്നു. അതിന്റെ പോലെ എല്ലാ പ്രാവശ്യവും വളരെ കൃത്യമായിട്ട് പണി നടന്നിട്ടുണ്ട്. ഒരു കാര്യം വളരെ വ്യക്തമാണ്, 65 കൊല്ലത്തോളം പഴക്കമുള്ള പാലത്തിന് ഇനി അത്ര ആയുസ് ഉണ്ടാവും എന്നൊന്നും നമുക്ക് പറയാൻ കഴിയില്ല. ഏതായാലും ഒരു പുതിയ പാലം തന്നെയാണ് നമ്മളെ മുന്നിലെ പോകുംവഴി. ഇതിപ്പോ അത്ര അധിക കാലമൊന്നും ഇതുമ്മ പിടിച്ചു വെക്കാൻ കഴിയുമെന്ന് തോന്നുന്നില്ല നമ്മളെ സംബന്ധിച്ച്. കാരണം ഇതിന്റെ സ്പാനും അടുത്ത സ്പാനും ഒക്കെ അതേമാതിരി ആയിക്കൂടായൊന്നുമില്ല. അപ്പോൾ ഒരു പുതിയ പാലത്തിന്റെ പ്രപ്പോസലുമായി മുന്നോട്ട് പോകേണ്ടതാണ് എല്ലാവരും. അതിനുള്ളൊരു പ്രവർത്തനം എല്ലാവരുടെ ഭാഗത്തുനിന്നും ഉണ്ടാവണം എന്നാണ് പ്രത്യേകിച്ച് പറയാനുള്ളത്. വേറെ പ്രത്യേകിച്ച് ഒന്നും ഏതായാലും നാളെ 6 മണിക്ക് തുറക്കാന്നാണ് ആക്സി വിളിച്ച് പറഞ്ഞിരുന്നത്. അതിപ്പോ ബൈക്കുകളൊക്കെ പോകാനുള്ള സാഹചര്യം ആയിട്ടുണ്ട്. അപ്പൊ ബൈക്കുകളൊക്കെ പോയിക്കൊണ്ടിരിക്കുന്നുണ്ട്. അതാണ് ഇപ്പോ പെണ്ണ് കുതിക്കും പെണ്ണിനെ കുതിപ്പിക്കുന്ന കനക ഘടകാഭരണങ്ങളുടെ കമനീയ ശേഖരവുമായി പട്ടാമ്പി പട്ടണത്തിന്റെ കനക കൊട്ടാരം മാനുക്കാസ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, മാനുക്കാസ് ടവർ, റെയിൽവേ ഓവർ ബ്രിഡ്ജിന് സമീപം മെയിൻ റോഡ്, പട്ടാമ്പി.